സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സർക്കിൾസ് എന്ന ചാപ്റ്ററിലെ ആർക്കുകളെ, അതിൻ്റെ സെൻട്രൽ ആംഗിൾ, ആൾട്ടർനേറ്റീവ് ആർക്ക്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ തുടങ്ങിയൊക്കെ ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അതിൻ്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഈ ചിത്രം നോക്കൂ, സെൻട്രൽ ആംഗിൾ 140 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെന്ററി അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്കിൽ കാണുന്ന ആംഗിൾ ഹാഫ് 140, ഹാഫ് ഇൻറ്റു 140 ദാറ്റ് ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി ആണ്. അതുപോലെ സെയിം ആംഗിൾ ഉണ്ടാക്കുന്നത് 180 മൈനസ് ഹാഫ് സി ആണ്. 180 മൈനസ് 70 ദാറ്റ് ഈസ് 110. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ആയിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്. ഇനി നോക്കൂ, നമുക്കറിയാം, ഇഫ് വി കൺസിഡർ എനി 2 പോയിന്റ്സ് ഓൺ ദി സർക്കിൾ, സർക്കിളിലെ 2 പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ സർക്കിളിനെ 2 ആർക്കുകളായിട്ട് കാണാൻ കഴിയും. ഫസ്റ്റ്, ഈ ചിത്രത്തിൽ ബ്ലൂ പാർട്ടിൽ കാണുന്നത് ഒരാർക്കും ഗ്രീൻ പാർട്ടിൽ കാണുന്നത് അതിൻ്റെ ബ്ലൂ പാർട്ടിന്റെ ആൾട്ടർനേറ്റ് ആർക്കും, അല്ലെങ്കിൽ ഗ്രീൻ പാർട്ടിൽ കാണുന്നത് ആർക്കും ബ്ലൂ പാർട്ടിൽ കാണുന്നത് ഗ്രീൻ പാർട്ടിന്റെ ആൾട്ടർനേറ്റ് അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ആർക്കും. അതായത് മലയാളത്തിൽ ചാപവും മറുചാപവും. പിന്നെ ഈ ചാപത്തിന്റെ കേന്ദ്രകോണ് അല്ലെങ്കിൽ സി എന്നെടുത്തിട്ടുണ്ട്. അതായത് സെൻട്രൽ ആംഗിൾ ഓഫ് ഗ്രീൻ ആർക്ക്, അത് സി എന്നെടുത്തിട്ടുണ്ട്. സെൻട്രൽ ആംഗിൾ ഓഫ് ബ്ലൂ ആർക്ക് ഡിയും എന്നെടുത്തിട്ടുണ്ട്. നമുക്കറിയാം, ഒരു സർക്കിൾ ഫുള്ള് നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അവയുടെ ഡിഗ്രി മെഷറിൽ നോക്കുകയാണെങ്കിൽ അവ മൊത്തം 360 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ലെറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് C+D ഈസ് ഈക്വൽ ടു 360 എന്ന് ഒരു ഇക്വേഷൻ ഫോം ചെയ്യാൻ കഴിയും. ഓക്കെ, ഇനി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മളെ മൈൻഡിൽ വേണം. C+D ഈസ് ഈക്വൽ ടു എന്താണ്? 360. അതായത് സെൻട്രൽ ആംഗിൾസിന്റെ സം ഓഫ് ദി സെൻട്രൽ ആംഗിൾസ് ഓഫ് ആർക്ക് ആൻഡ് ആൾട്ടർനേറ്റ് ഓർ കോംപ്ലിമെന്ററി ആർക്ക് ഈസ് 360 ഡിഗ്രി. ഓക്കെ, ഇനി നമ്മൾ പരിഗണിക്കുന്നത് എന്താണ്? നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ആംഗിൾ വിച്ച് ദ ഫസ്റ്റ് 2 പോയിന്റ്സ് മേക്ക് അറ്റ് എ പോയിന്റ് ഓൺ ഈച്ച് ആർക്ക്. അതായത് ഈ 2 പോയിന്റുകൾ നമ്മൾ പരിഗണിച്ചപ്പോൾ ആർക്കുകൾ കിട്ടിയല്ലോ. അപ്പോൾ ഈ 2 ആർക്കുകളും ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. അതായത് ഇവിടെ വരുമ്പോൾ ഈ ഹാഫ് സിയും ഇവിടെ വരുമ്പോൾ ഹാഫ് ഡിയും, ഡിയുടെ പകുതിയാണ് ആ കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുക എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇത് ഹാഫ് ഡി എന്ന് കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഉള്ള പ്രൂഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഹാഫ് ഡി ആണ് നമുക്ക് വരിക. പക്ഷെ ഇതിന്റെ റിലേഷനിൽ സിയും ഡിയും വെച്ചിട്ട് നമുക്ക് ഇത് ഹാഫ് ഡി ആണെന്ന് തെളിയിക്കുന്ന പ്രൂഫാണ് ഈ കൊടുത്തിട്ടുള്ളത്. നോക്കൂ, നമ്മൾ ഇവിടെ പരിഗണിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഗ്രീൻ ആർക്ക് പരിഗണിക്കുകയാണെങ്കിൽ സെൻട്രൽ ആംഗിൾ സി ആണ്. അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ എന്താണ്? ഹാഫ് സി ആണ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, ഹാഫ് സി. സെയിം ആർക്കിലുള്ള ആംഗിൾ എന്താണ്? 180 മൈനസ് ഹാഫ് സി. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. 180 മൈനസ് ഹാഫ് സി, സെയിം ആർക്കിലുള്ളത്. അതിവിടെ നമ്മൾ പഠിച്ചിരുന്നു. 180 മൈനസ് ഹാഫ് സി എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് സി ആണ്. തൊട്ടപ്പുറത്ത് ഹാഫ് സി വന്നു. ആൾട്ടർനേറ്റില് സെയിം ആർക്കിൽ 180 മൈനസ് ഹാഫ് സി എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ 180 മൈനസ് ഹാഫ് സി എന്ന് പറയുന്നത് ഹാഫ് ഡി ആണെന്ന് തെളിയിക്കുന്നതാണ്. 180 മൈനസ് ഹാഫ് സിയെ നമ്മൾ അതുപോലെ എഴുതി. ഇനി നമുക്ക് കോമൺ ആയിട്ട് ഉള്ള ഒരു സംഭവം, 2ൽ നിന്നും ഹാഫ് പുറത്തേക്ക് എടുക്കാം. 2ൽ നിന്നും ഹാഫ് പുറത്തേക്ക് എടുത്താൽ എന്ത് വരും? ആ 2ൽ നിന്നും ഹാഫ് പുറത്തേക്ക് എടുത്താൽ 360/2 ആണല്ലോ 180. 360/2 180 ആകുമ്പോൾ നമുക്ക് ഹാഫ് പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ 180ക്ക് പകരം ഇവിടെ ഉള്ളിൽ ആര് വരും? 360 വരും. 360/2 180 ആണെന്നുള്ളത് ഓർക്കണം. ഓക്കെ, അപ്പോൾ ഉള്ളിൽ എന്ത് വരും? ഹാഫ് കോമൺ ആയിട്ട് എടുത്താൽ ഉള്ളിൽ 360 വരും. പിന്നെ ഇവിടെ ഈ ഹാഫ് പോയിട്ടുണ്ടല്ലോ, ബാക്കി ആരാണ്ടാവുക? സി ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് 180 മൈനസ് ഹാഫ് സി എങ്ങനെ എഴുതാം? ഹാഫ് ഇൻറ്റു 360 മൈനസ് സി എന്ന് എഴുതാൻ കഴിയും. ഇനി ഈ ഇക്വേഷനിലേക്ക് നോക്കുക. ഈ ഇക്വേഷനിൽ
ജസ്റ്റ് ഡി മാത്രം ഇവിടെ നിർത്തി സി എ ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലേക്ക് RHSലേക്ക് കൊണ്ടുപോയാൽ ഡി സി ഈക്വൽ ടു 360 മൈനസ് സി എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ അവിടെ നമുക്ക് ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡി എ 360 മൈനസ് സിക്ക് പകരം ആരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഡി എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് വി വിൽ ഗെറ്റ് ഹാഫ് ഡി. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? 180 മൈനസ് ഹാഫ് സി ഈസ് ഈക്വൽ ടു ഹാഫ് ഡി എന്ന് കിട്ടി. അതായത് കോംപ്ലിമെന്ററി ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി. ഓക്കെ, ഗ്രീനിന്റെ കോംപ്ലിമെന്ററി ആർക്ക് ആയിട്ടുള്ള ബ്ലൂവിന്റെ സെൻട്രൽ ആംഗിളിന്റെ ഹാഫ് ആയിട്ട് നമുക്ക് ഹാഫ് ഡി കിട്ടി. ക്ലിയർ? ഇതാണ് ഇവിടെ നമുക്ക് തെളിയിക്കാനുള്ളത്. ഇനി നമ്മൾ ജസ്റ്റ് 2 പോയിന്റ്സ് ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ആണ് പരിഗണിക്കുന്നത് എങ്കിൽ നമുക്കറിയാം ആംഗിൾ ഓൺ എ സെമി സർക്കിൾ. ഈ ചാപ്റ്ററിന്റെ ഫസ്റ്റിൽ നമ്മൾ പഠിച്ചിരുന്നു ആംഗിൾ ഓൺ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ഒരു സെമി സർക്കിൾ ഉണ്ടാക്കുന്നത് 90 ഡിഗ്രിയാണ്. അപ്പൊ അതിന്റെ സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അതാണ് ഈ കാണുന്നത്. ഈ ഒരു സെമി സർക്കിളിന്റെ സെൻട്രൽ ആംഗിൾ 2 ഭാഗത്തും 180 ഡിഗ്രി. അതിന്റെ പകുതിയാണ് സെയിം ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ. എത്രയാണ്? സെയിം ആർക്കിൽ ഉണ്ടാക്കുന്നത് 90 ഡിഗ്രിയാണ്. കോംപ്ലിമെന്ററി ആർക്കിലും 90 ഡിഗ്രിയാണ്. ബിക്കോസ് കോംപ്ലിമെന്ററി ആർക്കിന്റെ ഇക്വേഷൻ 180 മൈനസ് ഹാഫ് സി ആണ്. 180 മൈനസ് 90 ദാറ്റ് ഈസ് ഓൾസോ 90. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ഇതിൽ പഠിക്കുന്നത്. അതാണ് ഈ പ്രിൻസിപ്പിൾ ആയിട്ട് യെല്ലോ ബോക്സിൽ വന്നിട്ടുള്ളത്. ദ ആംഗിൾ മേഡ് ബൈ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദി ആൾട്ടർനേറ്റീവ് ആർക്ക് ഈസ് ഹാഫ് ദി ആംഗിൾ മേഡ് അറ്റ് ദ സെന്റർ. അതായത് നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. ദ ആംഗിൾ മേഡ് ബൈ ആൻ ആർക്ക് ഓഫ് എ സർക്കിൾ, ഒരു സർക്കിളിന്റെ ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ ഓൺ ദ ആൾട്ടർനേറ്റ് ആർക്ക്, അതായത് കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഹാഫ് ദ ആംഗിൾ മേഡ് അറ്റ് ദ സെന്റർ, സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതിയാണ് എന്നുള്ളത് നേരത്തെ ആ പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി നമുക്ക് പറയുന്നത് നോക്കൂ. ഹാഫ് ഡി ഈക്വൽ ടു 180 മൈനസ് ഹാഫ് സി. നേരത്തെ നമ്മൾ പഠിച്ചല്ലോ കോംപ്ലിമെന്ററി ആർക്കിന്റെ പകുതി എന്നുള്ളത് എന്താണ്? മറ്റേ കോംപ്ലിമെന്ററി ആർക്കിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതി എന്നുള്ളത് കോംപ്ലിമെന്ററി ആർക്കിൽ ഉണ്ടാക്കുന്ന 180 മൈനസ് ഹാഫ് സി എന്നത് തന്നെയാണ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ഓൾ ആംഗിൾസ് മേഡ് ബൈ ആൻ ആർക്ക് ഓൺ ദി ആൾട്ടർനേറ്റ് ആർക്ക് ആർ ഈക്വൽ. അതായത് ഈ ആൾട്ടർനേറ്റ് ആർക്കിൽ ഇവിടെ 90 വന്നു, അതേപോലെ തന്നെ ഇവിടെയും 90 ആയിരിക്കും. എവിടെ വേണമെങ്കിലും നമുക്ക് ഈ പോയിന്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആൾട്ടർനേറ്റ് ആർക്കിൽ എവിടെ ആംഗിൾ നമ്മൾ ഫോം ചെയ്യുകയാണെങ്കിലും അതെല്ലാം എന്തായിരിക്കും? സപ്ലിമെന്ററി ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഓൾ ആംഗിൾ മേഡ് ബൈ ആൻ ആർക്ക്, ഒരു ആർക്ക് ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും ഓൺ ദി ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എല്ലാ ആംഗിൾസും എന്താണ്? ആർ ഈക്വൽ, അവയെല്ലാം തുല്യമാണെന്ന് പഠിച്ചു. ആൻഡ് എ പെയർ ഓഫ് ആംഗിൾസ് ഓൺ ആർക്ക് ആൻഡ് ഇറ്റ്സ് ആൾട്ടർനേറ്റ് ആർക്ക്, ആൾട്ടർനേറ്റ് ആർക്കിലും ഉണ്ടാക്കുന്ന ആംഗിൾസിന്റെ പെയർ അവ സപ്ലിമെന്ററി ആയിരിക്കും. ദാറ്റ് ഈസ് the sum of that two angles is equal to 180. ഒന്നുമില്ല, അങ്ങനെ പറഞ്ഞാല് ഈ ഹാഫ് ഡിയും ഹാഫ് സിയും കൂടി കൂട്ടിയാല് 180 ഡിഗ്രി ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ഇവിടെ നോക്കിയാൽ നമുക്ക് ജസ്റ്റ് മനസ്സിലാവും. ഇത് ഒരു ആർക്കാണല്ലോ. ഫസ്റ്റ് ഈ ആർക്ക് ഉണ്ടാക്കുന്ന ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഇത് 70 ആണ്. സെയിം ആർക്കിൽ ഉണ്ടാക്കുന്നത് 110, അതായത് 100. ഇനി നമ്മൾ പോകുന്നത് ഈ ഒരു സർക്കിൾസിന്റെ പ്രോബ്ലത്തിലേക്കാണ്. ഈ സർക്കിള് സെൻട്രൽ ആംഗിൾ 45 ഡിഗ്രി. അപ്പോൾ അതിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലുള്ളത് 22.5, 45ന്റെ പകുതി. ഓക്കെ, ഇനി നമ്മൾ ഇത് സെന്ററായിട്ട്, അതായത് ഈ കോർണർ സെന്ററായിട്ട് മറ്റൊരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, ഇത് സെന്ററായിട്ട് 22.5 ആംഗിളിലെ ഈ കോർണർ സെന്ററായിട്ട് മറ്റൊരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ആംഗിൾ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര വരിക? അതിന്റെയും പകുതി 22.5ന്റെ പകുതിയാണ് വരിക, 11.25 ആയിരിക്കും. ഓക്കെ, അതാണ് ഹൗ മച്ച് ഈസ് ദ തേർഡ് ആംഗിൾ എന്നുള്ളതിന് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം
ഇനി നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. വി ക്യാൻ ഓൾസോ യൂസ് ദിസ് ടു ഡ്രോ ട്രയാങ്കിൾ വിത്ത് സ്പെസിഫൈഡ് ആംഗിൾസ് ആൻഡ് സർക്കം റേഡിയസ്. അതായത് ഒരു തന്നിട്ടുള്ള റേഡിയസ്, സർക്കം റേഡിയസും പിന്നെ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു ആംഗിളും തന്നാൽ എങ്ങനെ ആ ചിത്രം വരക്കും എന്നുള്ളതാണ്. ഇവിടെ നോക്കൂ, ലെറ്റ് സീ ഹൗ വി ക്യാൻ ഡ്രോ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി, 70 ഡിഗ്രി ആൻഡ് 80 ഡിഗ്രി ആൻഡ് സർക്കം റേഡിയസ് 2.5 സെന്റിമീറ്റർ. അതായത് സർക്കം റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആരം 2.5, ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതെങ്ങനെ വരക്കും എന്നുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. അവ ആംഗിൾസ് 30, 70 ആൻഡ് 30 വരണം എന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ എത്ര വരണം? 30 വരണം എന്നുണ്ടെങ്കിൽ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി വരണം. ഓക്കെ, ഒരു ആംഗിൾ ട്രയാംഗിളില് സർക്കിളിലെ ഒരു ആംഗിൾ 30 വരണം എങ്കിൽ അതിന്റെ സെൻട്രൽ ആംഗിൾ 60 വേണം. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് 2.5. ഇവിടെ നോക്കൂ, ഇത് എക്സ് എടുത്താൽ ഇത് ഹാഫ് എക്സ് ആണല്ലോ. അപ്പോൾ 2.5 പിന്നെ 60 ഡിഗ്രിയിൽ ഒരു ചെറിയ ട്രയാങ്കിള് വരച്ചു. ഓക്കെ, ഇനി എങ്ങനെ വരക്കുന്നത് നോക്കൂ. 2.5, 60, then 30. ഓക്കെ, അപ്പൊ നമുക്ക് ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ എന്ത് കിട്ടി? 30 എന്ന് കിട്ടി. ക്ലിയർ? 30 എന്ന് കിട്ടി. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ ഈ 30യിൽ നിന്ന് ഈ എൻഡില് ഒരു 70 ഡിഗ്രി ആംഗിൾ വരച്ചു കൊടുത്ത് ഈ ലൈൻ എന്ത് ചെയ്യുക? എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഉദ്ദേശിച്ച ട്രയാങ്കിൾ കിട്ടും. ആർ ദി അതർ ടു ആംഗിൾസ് ഓഫ് ദി ട്രയാങ്കിൾ 30 ആൻഡ് 80. അതെന്തുകൊണ്ടാണ്? ഇവിടെ 30 ഇവിടെ 70 വരച്ചാൽ സ്വാഭാവികമായിട്ടും ഇവിടെ എത്ര വരിക? 80 ആണ് വരിക. അതെന്തുകൊണ്ടാണ്? the sum of the three angles in a triangle 180 degree. ഓക്കെ, അപ്പോൾ ഈ ചിത്രവും നമുക്ക് എക്സ്പ്ലനേഷനിൽ വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ആർക്ക് എന്താണ്, സെൻട്രൽ ആംഗിൾ എന്താണ്, സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും ആൾട്ടർനേറ്റീവ് ആർക്ക് ഉണ്ടാക്കുന്ന ആംഗിൾ എന്നും, പിന്നെ അതേപോലെ സെയിം ആർക്കിൽ ഉണ്ടാക്കുന്നത് എന്താണ്, ഹാഫ് സി എന്ന് പറയുന്നത് ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളിന്റെ പകുതി 180ൽ നിന്നും കുറച്ചത് ആണ് എന്നും ഒക്കെ നമ്മൾ പഠിച്ചു. ആ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലുണ്ടായാൽ ഈ പ്രോബ്ലംസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് ആ പ്രോബ്ലംസിലേക്ക് നോക്കാം. ഇവിടെ in all the pictures given below, താഴെ തന്നിട്ടുള്ളത് എല്ലാം O is the center of the circle. O എന്നുള്ളത് സർക്കിളിന്റെ സെന്റർ ആണ്. ABC are points on it. ABC എന്താണ്? 3 പോയിന്റ്സ് ആണ്, സർക്കിളിലെ പോയിന്റ് ആണ്. കാൽക്കുലേറ്റ് all angles of triangle ABC and triangle OBC in each. അതായത് OBC എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതുപോലെ വലിയ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിളും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് ഈ ഒരു ഫസ്റ്റ് ഫിഗർ നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ബാക്കി നിങ്ങൾ അതുപോലെ ഒന്ന് നോക്കുക. ഓക്കെ, ഈ OA എന്നുള്ള ലൈന് ജോയിൻ ചെയ്യുക. OA എന്നുള്ള ലൈൻ ജോയിൻ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് 3 ഐസോസെലസ് ട്രയാങ്കിൾസ്. ഓക്കെ, OA ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ട്രയാങ്കിൾ, അതായത് സെൻട്രൽ ആംഗിൾ വരുന്ന BC എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ വരുന്ന ഒരു ട്രയാങ്കിൾ കിട്ടും. പിന്നെ ഈ 20 ഡിഗ്രി ആംഗിൾസ് ഉള്ള ഒരു വേറൊരു ട്രയാങ്കിൾ കിട്ടും. ഇവിടെ 30 ഡിഗ്രി ആംഗിൾസ് ഉള്ള ഒരു ട്രയാങ്കിൾ കിട്ടും. ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംഗിൾ A എന്നുള്ളത് ഈ 20യും 30യും കൂടി കൂടിയതായിരിക്കും. ഇത് ജോയിൻ ചെയ്താൽ ഇപ്പുറത്തൊരു ആംഗിൾ വരും, അത് 20 തന്നെയാണ്. അതുപോലെ ഇപ്പുറത്തൊരു ആംഗിൾ വരും, അത് 30 തന്നെയാണ്. അതെന്തുകൊണ്ടാണ്? ഒരു ഐസോസെലസ് ട്രയാങ്കിളിന്റെ എൻഡിലുള്ള ആംഗിൾസ് സെയിം ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഐസോസെലസ് ആയത്? OAയും OBയും എന്താണ്? റേഡിയൈ ആണ്, സർക്കിളിന്റെ ആരങ്ങളാണ്, റേഡിയസുകളാണ്. അതുകൊണ്ട് അവ സെയിം ആണ്, ഐസോസെലസ് ആണ്. അതുകൊണ്ട് ഈ മൊത്തത്തിലുള്ള ഈ ആംഗിൾ A എന്ന് പറയുന്നത് 20 + 30 50 ആണ്. ഓക്കെ, 50 ആകുമ്പോൾ
നമുക്ക് ഇത് 50 കിട്ടി. അത് 50 ആയാൽ ഇത് എത്രയാണ് സെൻട്രൽ ആംഗിൾ? ഇത് ആൾട്ടർനേറ്റ് ആർക്കിലുള്ള BC എന്ന ആർക്കിന്റെ ആൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾ ആണ് ആംഗിൾ A. അത് 50 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ സെൻട്രൽ ആംഗിൾ എത്രയാണ്? സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. ഓക്കെ, 100 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഈ ഐസോസെലസ് ട്രയാങ്കിളിൽ വരുന്ന ആംഗിളിന്റെ സമ്മ് എന്ന് പറയുന്നത് 80 ആണ്. 80യുടെ പകുതി ഇവിടെയും വരും, പകുതി ഇവിടെയും വരും. അപ്പോൾ എന്ത് വരും? 100, 40, 40. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ABC-യുടെ എല്ലാ ആംഗിൾസും കിട്ടുമല്ലോ. ഇവിടെ 40 വന്ന് 40 + 20 എത്ര വരും? 60 വരും. ഇവിടെ 40 + 30 അതെന്ത് വരും? 70 വരും. 40 + 30 70 വരും. അപ്പോൾ 60, 70. അതുപോലെ ഇവിടെ 50. ഓക്കെ, 70യും 60യും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 130. 130യും 50യും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180. ഓക്കെ, അപ്പൊ എന്ത്? ഒന്നും കൂടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഹിന്റ് തരുന്നു, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. OA ജോയിൻ ചെയ്യുക. അപ്പൊ ഇവിടെ രണ്ട് ആംഗിൾസ് കിട്ടും. അത് 20യും 30യും ആയിരിക്കും. അപ്പൊ സമ്മ് ആംഗിൾ A എന്ന് പറയുന്നത് 50 ആണ്. 50യുടെ ഡബിൾ ആയിരിക്കും ഇതിന്റെ സെൻട്രൽ ആംഗിൾ. ട്രയാംഗിൾ OBC എന്ന് പറയുന്നതിലെ ഈ ആംഗിൾ എന്താണ്? 100 ആണെന്ന് കിട്ടി. ബാക്കി വരുന്ന 180യിൽ ബാക്കി വരുന്ന 80 ഇതിന് രണ്ടിനും പോകും. ഹാഫ് ഇൻറ്റു 80 വരിക. അത് 40 വരും. അപ്പോൾ ഇവിടെ രണ്ടും 40. അപ്പോൾ OBCയിലെ ആംഗിൾസ് 100, 40, 40 എന്ന് വരും. അതുപോലെ ഈ വലിയ ട്രയാംഗിളിലെ ആംഗിൾസ് ഈ 40യും 20യും ചേർന്നാൽ B എന്ന ആംഗിൾ 60 വരും, C എന്ന ആംഗിൾ 70 വരും, A എന്ന ആംഗിൾ പിന്നെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച 50 ആണ്. അപ്പോൾ മൂന്നും കൂടി കൂട്ടിയാൽ 180. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ കിട്ടും. ഇത് 40 ആയാൽ ഇതും എത്രയാണ്? 40 ആണ്. ഇത് 40 ആയാൽ ഇത് 40 ആണ്. അപ്പോൾ ഇത് എത്രയാണ്? 100 ആണ്. 100 അപ്പോൾ ഇത് എത്രയാണ്? 100ന്റെ പകുതി. 100ന്റെ പകുതി എന്ന് പറഞ്ഞാൽ 50 ആണ്. ഓക്കെ, 50 ആണല്ലോ. ഓക്കെ, ഇത് ജോയിൻ ചെയ്യുക. OB ജോയിൻ ചെയ്തത് 30 ആണ്. ഇത് 30 ആണ്. ഇത് 30, ഇത് 30, ഇത് 30. ഓക്കെ, അപ്പോൾ ബാക്കി ഇവിടെ 20 വരും. അപ്പോൾ ഇതും എന്താണ്? 20 ആണ്. സെയിം ഫിഗർ തന്നെയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ നമ്മൾ ആ കൺസെപ്റ്റ് വെച്ച് ഈ 3 ഫിഗേഴ്സും എന്ത് ചെയ്യാം? ഫില്ലപ്പ് 3 ഫിഗേഴ്സിലെയും ആംഗിൾസ് കണ്ടെത്തുക.